സൂംബ ഡാൻസിനെതിരെ വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റ് ആൺപെൺ കുട്ടികൾ ചേർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല, ഇത് പുരോഗമനമല്ല പ്രാകൃതമാണെന്നാണ് വിമർശനം. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, സൂംബ ഡാൻസ് പൊതുവിൽ കുട്ടികളെ ഊർജ്ജവത്താക്കാൻ മുമ്പോട്ട് വെച്ച, വിദ്യാഭ്യാസ വകുപ്പടക്കം മുമ്പോട്ട് വെച്ച ഒരു കാര്യമാണ്. അതിനെ മറ്റൊരു രീതിയിൽ സമീപിക്കുകയും അതിനെതിരായി നീങ്ങുകയും ചെയ്യുന്ന സമീപനം, ഇത് കൃത്യമായി ഇതിന് രാഷ്ട്രീയമുണ്ട്. എന്തൊക്കെയാണ് ഈ മൂവ്മെൻറ്റ് പറയുന്നത്? മീൻസ് ഈ വിസ്ഡം മൂവ്മെൻറ്റ് മുമ്പോട്ട് വെക്കുന്ന വാദങ്ങൾ. അജിംഷാദ്, വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റിന്റെ നേതാവ് TK അഷ്റഫാണ് സൂംബ ഡാൻസിനെതിരെ ഒരു വിമർശനവുമായി, അല്ലെങ്കിൽ അതിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതെന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന ഒരു സംസ്കാരമാണ്. അത് പഠിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അത് പുരോഗമനമല്ല, അത് പ്രാകൃതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ കമന്റ് ഇടുന്നുണ്ട്. എന്തായാലും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന ഒരു ദിവസമാണ് ഇന്നലെ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ്, മറ്റ് വിവിധ സർക്കാർ വകുപ്പുകൾ ചേർന്നാണ് ഇത് നടപ്പാക്കുന്നത്. ആ ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിൽ മതത്തിന്റെ ആ രീതിയിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്തയിൽ നിന്ന് ഈ പോസ്റ്റ് വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സൂംബ നൃത്തം എന്ന് പറയുന്നത് വിദേശത്ത് പലതരത്തിൽ ഉണ്ട്. എന്നാൽ കേരളത്തിൽ ആ രീതിയിലല്ല, അല്പവസ്ത്രം ധരിച്ചല്ല നമ്മൾ ഇന്നലെ കുട്ടികളെ ഈ ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ടത്. എല്ലാ സ്കൂളുകളിലും ആൺപെൺ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ കുട്ടികൾ വലിയ ആവേശത്തോടെ ഏറ്റെടുത്ത സൂംബ ഡാൻസിനെയാണ് ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കാണാനുള്ള ഒരു വികലമായ ശ്രമം തീർച്ചയായും. ഈ സൂംബ ഡാൻസ് എന്നത് ഈ കൊളംബിയ ആസ്ഥാനമായി ഉള്ള ഒരു വ്യക്തി, ഈ വ്യായാമത്തിൽ താല്പരനായ വ്യക്തികൾ 3 പേർ ചേർന്ന് വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഒരു വ്യായാമമാണ്, ലോകപ്രസിദ്ധമാണ്. അറബ് രാജ്യങ്ങളിലടക്കം ഇതുണ്ട്. ഇനി അല്പവസ്ത്രം ധരിച്ച് ഒന്നിച്ച് എക്സർസൈസ് ചെയ്താലും കുട്ടികൾക്കത് ഇഷ്ടമാണെങ്കിൽ അതിന് ഇവർക്കെന്ത് എന്ന ചോദ്യമുണ്ട്. പോട്ടെ, അങ്ങനെയല്ല. ഇത് കുട്ടികളുടെ തന്നെ യൂണിഫോമിലാണ്. സ്കൂൾ തീരുന്നതിന്, അല്ലെങ്കിൽ ആ ദിനം തീരുന്ന, സ്കൂൾ സമയം തീരുന്നതിന് അല്പം മുമ്പ് കുട്ടികളെ ഊർജ്ജവത്താക്കി ഇവരുടെ ടെൻഷനൊക്കെ കളഞ്ഞ് അതിനുവേണ്ടിയാണ് ശാസ്ത്രീയമായി ഇത് ചിട്ടപ്പെടുത്തിയതും. ഇതിനെതിരെയാണ് മതത്തിൻ്റെ നിറം കലർത്തി ഈ വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണ്? ഏത് സംഘടനകളുമായാണ് ഇവർക്ക് ബന്ധം? ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അറിയാനാണ് അജിംഷാദ്, മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു അവാന്തര സംഘടന എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ, വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റിനെ വിശേഷിപ്പിക്കാൻ. മുജാഹിദ് വിഭാഗം തന്നെ നമുക്കറിയാം, മുസ്ലിം വിഭാഗം, അതെ, പുരോഗമനം പറയുന്ന ആളുകളാണ് മുജാഹിദുകൾ. സുന്നി വിഭാഗങ്ങളെക്കാൾ ഞങ്ങളാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് വിഭാഗം എന്ന് പറയുന്നത്. ആ മുജാഹിദ് വിഭാഗത്തിൽ ഒരു തീവ്ര നിലപാടുകാരാണ് വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടന. അവർ ഇത്തരത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത്തരം വിമർശനവുമായി രംഗത്ത് കഴിയുന്നത്. എന്തായാലും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ച, കുട്ടികൾക്ക് ഒരു എക്സസൈസിന്റെ കൂടി ഭാഗമായി, എക്സസൈസും ആ രീതിയിലാണ് ഈ സൂംബ നൃത്തം കേരളത്തിൽ പ്രത്യേകിച്ച് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഉയർന്നു വന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിലൊരു അനാവശ്യമായ വിമർശനം എന്ന് തന്നെ പറയാവുന്ന ഒരു വിമർശനം ഇത്തരം ഒരു മതസംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് സ്വാഭാവികമായും ഏതെങ്കിലും മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ നിറം നോക്കിക്കൊണ്ട് ആരെങ്കിലും അനുകൂലിക്കും എന്ന് കരുതാൻ വയ്യ. എങ്കിൽ പോലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ പേർ വരുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇത് ഇവരുടെയൊക്കെ ആസ്ഥാനമായി, മീൻസ് ഇവർ ആസ്ഥാനമായി കാണുന്ന സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ സൂംബ ഡാൻസ് ഉണ്ട് ഒരു വ്യായാമം എന്ന നിലയിൽ. അതിന് മറ്റൊരു മതത്തിൻ്റെ നിറം ലോകത്തെവിടെയുമില്ല. ഇവരത് ചാർത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഈ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ വഹാബിസത്തെ, ഇവിടുത്തെ പരമ്പരാഗതവും കൂടുതൽ വരുന്ന മുസ്ലിം സമൂഹവും സംഘടനകളും പണ്ഡിതന്മാരും ഒക്കെ എതിർക്കുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ. മാത്രമല്ല, ഇവർ സംഗീതത്തിന് പോലും എതിരാണ്. അതുകൊണ്ട് ഇവർ ഇത് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ലതീഷ്, തീർച്ചയായും ആ നിലയിലാണ് ഇവരുടെ പ്രവർത്തനം. അജിംഷാദ് അവസാനം സൂചിപ്പിച്ചത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലുകൾ, സംസ്കാരം തമ്മിലുള്ള കൂടിച്ചേരലുകൾ, അതിനെ ഒന്നും അംഗീകരിക്കാത്ത ഒരു വിഭാഗം, വളരെ ചെറു ന്യൂനപക്ഷമാണെങ്കിൽ പോലും
അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് സ്വാഭാവികമായും അതിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ആ നിലയിൽ വേണം ഇതിനെ കാണാൻ. ടി കെ അഷ്റഫ് ഒരു അധ്യാപകൻ കൂടിയാണ്, അദ്ദേഹമാണ് ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ എന്റെ മകനെ വിടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ശരി ലതീഷാണ് ബന്ധപ്പെട്ട് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. സൂംബ ഡാൻസ് എന്ന നൃത്ത രീതിക്ക് മീൻസ് വ്യായാമത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. ടി കെ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള വിസ്ഡം ഇസ്ലാമിക് മൂവ്മെൻ്റാണ് ഇത്തരത്തിൽ അത് പ്രാകൃതമാണ് എന്ന വാദവുമായി രംഗത്തെത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ലതീഷ് നൽകിയത്.